പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം ചില ചാനലുകാരൊക്കെ ചിലപ്പം നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും, എൻ്റെ ചാനൽ ഫ്രീസ് ആയിരുന്നു, അതിപ്പോൾ അൺഫ്രീസ് ആണ്, അല്ലെങ്കിൽ അതിപ്പോൾ ഫ്രീസ് ആണ്, ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചാനൽ ഫ്രീസ് ആയാൽ അതെങ്ങനെയാണ് അറിയുന്നത്, അതുപോലെ തന്നെ അൺഫ്രീസ് ആയാൽ അതെങ്ങനെയാണ് അറിയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് എന്തെല്ലാമാണ് എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കാണുന്നുണ്ട്. ഇവിടെയായിട്ട് ആ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തെടുത്ത് ഫസ്റ്റിൽ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് ഇങ്ങനെ കാണിക്കുന്നത്, അത് വ്യൂ, നമ്മുടെ ചാനലിൻ്റെയൊക്കെ വ്യൂ ആണ് കാണിക്കുന്നത്. ഓക്കെ, രണ്ടാമത് കാണിച്ചിട്ടുള്ളത് അത് വാച്ച് ടൈം ആണ്, അതിൻ്റെ ആരോ മാർക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ രണ്ട് ആരോ മാർക്കും ഇത് പച്ച കളറിലായതുകൊണ്ട് തന്നെ അത് മുകളിലോട്ടുമാണ് ആരോ മാർക്ക്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ചാനൽ നല്ല രീതിയിൽ പോകുന്ന ഒരു ചാനലാണ്. അതായത് ചാനൽ ആദ്യമേ ഫ്രീസ് ആയിരുന്നു എങ്കിൽ അത് അൺഫ്രീസ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ചാനൽ അങ്ങനെ ആയിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ അത് ചാനൽ ഫ്രീസ് ആകാതെ നല്ല ഉണക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്. അങ്ങനെയാണ് ഈ ഒരു ആരോ മാർക്ക് ഇങ്ങനെ രണ്ടും, ഈ വാച്ച് ടൈമും വ്യൂവും രണ്ടും മുകളിലോട്ട് ഇങ്ങനെ ആരോ മാർക്ക് പച്ച കളറിൽ ഇങ്ങനെ മുകളിലോട്ട് വരുവാണെങ്കിൽ അത് ഇതിനെ ഉദ്ദേശിക്കുന്നതാണ്. ഓക്കെ, ഇനി ഇതേമാതിരി തന്നെ ഈ ആരോ മാർക്ക് പച്ച കളറില്ല, ഈ ആരോ മാർക്ക് ഇങ്ങനെ താഴോട്ട് കാണിക്കുന്ന ഇതേമാതിരി വെള്ള കളറിൽ താഴോട്ടാണ് ആരോ മാർക്ക് വരുന്നതെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന രണ്ടിടത്തും, അതായത് വ്യൂവിന്റെ സ്ഥലത്തും ഈ കാണിച്ചിരിക്കുന്ന, ആദ്യമേ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ രണ്ട് ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നില്ല, ആ രണ്ട് സ്ഥലത്തും ഇതേമാതിരി തന്നെ വെള്ള കളറിൽ ഇങ്ങനെ ആരോ മാർക്ക് താഴോട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ചാനൽ ഫ്രീസ് ആണെന്ന് നമുക്ക് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ സാരം. നല്ല രീതിയിൽ അത് വ്യൂ പോകുന്നില്ല, നല്ല രീതിയിൽ അല്ലെങ്കിൽ വാച്ച് ടൈം ഒന്നും ഇല്ല, അങ്ങനെയുള്ള സമയത്താണ് ഇത് ഇങ്ങനെ കാണിക്കുന്നത്. ഇതിൽ ഇപ്പം രണ്ടും ഇപ്പോൾ ഇതേമാതിരി വരണമെന്നില്ല. ചിലപ്പം വാച്ച് ടൈം ചിലപ്പം അതിന് മുകളിലോട്ട് ഗ്രീൻ ആരോ ആയിരിക്കും, ഗ്രീൻ കളറിൽ ഉള്ളിൽ ആരോ മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വാച്ച് ടൈം ഉണ്ട്. പക്ഷെ ഇപ്പുറത്ത് ലെഫ്റ്റില് താഴോട്ടുള്ള ആരോ മാർക്ക് ആണെന്നുണ്ടെങ്കിൽ അത് അതിൽ വ്യൂ കുറവാണ്. അപ്പൊ അങ്ങനെയൊക്കെ പല രീതിയിലും വരാനുള്ള സാധ്യതയുണ്ട്. അതപ്പോൾ ചാനൽ അപ്പം നമുക്ക് രണ്ടും ഇതുകൊണ്ടൊക്കെ മുകളിലോട്ട് ഗ്രീൻ കളറിൽ വരുവാണെങ്കിൽ അത് നല്ല രീതിയിൽ മൂവ് ആവുന്ന ഒരു ചാനലാണ്, മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണെന്ന് നമുക്ക് അനുമാനിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ ഇപ്പോ ഡൗൺ താഴോട്ട് ആരോ മാർക്ക് ഒരെണ്ണം ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്, റൈറ്റ് സൈഡിലും ഇതുകൊണ്ടൊക്കെ ആരോ മാർക്ക് നമുക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചേക്കുന്ന ആരോ മാർക്ക് താഴോട്ടുള്ള ആരോ മാർക്ക് ആണെന്നുണ്ടെങ്കിൽ അത് ചാനൽ ഫ്രീസ് ആയതിനെ, ഈ റൈറ്റ് സൈഡിലായിട്ട് ഗ്രീൻ കളറിൽ ഇങ്ങനെ കാണിച്ചിട്ടുള്ള ആരോ മാർക്ക് കാണിച്ചിട്ടുള്ളത് അത് അൺഫ്രീസ് ആയതിനെ, അതായത് അൺഫ്രീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചാനലിൻ്റെ ഈ രണ്ട് സ്ഥലത്തും ഇതുകൊണ്ടൊക്കെ വ്യൂ ആയാലും വാച്ച് ടൈം ആയാലും ഇങ്ങനെ നല്ല രീതിയിൽ ഗ്രീൻ കളറിലാണെന്നുണ്ടെങ്കിൽ, അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, അത് ഗ്രീൻ കളറിലാണെന്നുണ്ടെങ്കിൽ അത് ഫ്രീസ് ആവാതെ നല്ല രീതിയിൽ, ഫ്രീസ് ആയിരുന്നാൽ തന്നെയും അത് അൺഫ്രീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നല്ല രീതിയിൽ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അൺഫ്രീസ് ആയാലും ഇതേമാതിരി തന്നെ വരും. ഓക്കെ, അപ്പൊ ഫ്രീസ് ആയി കഴിഞ്ഞാൽ അപ്പം ശരിക്കും അറിയേണ്ടത് വെള്ള ആരോ മാർക്ക് താഴോട്ടുള്ളത്, അത് ശരിക്കും ഫ്രീസ് ആയി കഴിഞ്ഞാൽ അതാണ്, അങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം നമ്മൾ, അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് അത് നമുക്ക് പലപ്പോഴും നമുക്ക് ഇത് അറിയാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇനി ഇവിടെ നിങ്ങൾക്ക് ഈ ഡാഷ്ബോർഡിന്റെ തൊട്ടപ്പുറത്ത് കണ്ടന്റ് ഉണ്ട്. അതിന്റെ ഈ അനലിറ്റിക്സ് എന്നുള്ളത് ഇവിടെ നിന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മുകളിലായിട്ട് ടോപ്പ് കണ്ടന്റ് കുറെ കാണിച്ചിട്ടുണ്ട്. ഈ ടോപ്പ് കണ്ടന്റില് ഈ ഇവിടെയായിട്ട് ഒരു 2024 എങ്ങനെയെന്നുള്ള രീതിയിൽ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്ന ഇതാണ് കാണിച്ചിരിക്കുന്നത്. അത് ഒരു 8 മാസം മുമ്പ് ഞാൻ ഇട്ട ഒരു വീഡിയോ ആണ്. ഓക്കെ, ഇത് ഇപ്പം പറയുന്നതിന് കാരണമുണ്ട്, അതുകൊണ്ടാണ് അത് പ്രത്യേകം പറയുന്നത്. അതായത് പലരും ചിലപ്പം വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് കുറെ ഒരു മാസം വരെ ചിലപ്പോൾ അതിന് വ്യൂ ഒന്നും വാച്ച് ടൈം ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും ചിലരൊക്കെ. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കണം, അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് കുറെ കഴിഞ്ഞായാലും ഇതില് ഇങ്ങനെ വ്യൂ വരും, വാച്ച് ടൈം ഒക്കെ വരും. അതിന് ഉദാഹരണമാണ് ഞാൻ കാണിക്കുന്നത്. അതായത് ഈ വീഡിയോ 8 മാസം മുമ്പ് ഇട്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിന് ഈ കുറച്ച് നാളായിട്ടേ ഉള്ളൂ അത് അതിൽ ഇങ്ങനെ ആളുകളൊക്കെ സെർച്ച് ചെയ്തിട്ട് ഡെയിലി ഇങ്ങനെ 10, 25, 50 പേരൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി. അതിന് ഉദാഹരണമായി താഴെയായിട്ട് കാണിക്കാം. കണ്ടിവിടെ
ഇപ്പം 2 ദിവസത്തെ ഇത് കാണിക്കുന്ന 48 പേര് ഇത് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇത് 100 പേര് വരെയൊക്കെ ആവും, ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ ആവും. ഇങ്ങനെയൊക്കെ 2 ദിവസത്തെ ഇത് കാണിക്കുന്ന കാരണം ഇതിപ്പോൾ 2 ദിവസത്തെ ഇതിപ്പോൾ 48 പേരെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇത് എപ്പോഴും ഡെയിലി ആളുകൾ കാണുന്നുണ്ട്. അപ്പൊ ഇതേ രീതിക്ക് ഈ കാണിച്ചിരിക്കുന്ന വീഡിയോ എല്ലാം അതേ രീതി പഴയ വീഡിയോകളൊക്കെ നമ്മളെ കാണാറുണ്ട് ആളുകൾ. അപ്പൊ പഴയ വീഡിയോകൾ നല്ല രീതിയിലുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ, ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ആളുകൾ സെർച്ച് ചെയ്താലും കാണും. അപ്പൊ അങ്ങനെയൊക്കെ സെർച്ചിങ്ങിൽ വരുന്ന രീതിയിൽ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആളുകൾ സെർച്ച് ചെയ്ത് കാണുന്നുണ്ട്. അതിൽ നമുക്ക് കുറെ കാലം കഴിഞ്ഞിട്ടായാലും, അതായത് 1 വർഷം കഴിഞ്ഞായാലും അത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വാച്ച് ടൈം ഒക്കെ നമുക്ക് കിട്ടും, വാച്ച് ടൈം കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ നമ്മൾ മാക്സിമം ഡിലീറ്റ് ചെയ്യാതിരിക്കുക. 10-9 വീഡിയോ ഒക്കെ ഇട്ട് കഴിയുന്ന ചിലപ്പം അങ്ങോട്ട് മൂവ് ആവാത്ത വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് കുറെ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ഒന്നിച്ച് കുറെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുന്നത്? ചാനൽ അങ്ങ് ഫ്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ചാനൽ ഫ്രീസ് ആവും. ഒന്നിച്ച് കുറെ വീഡിയോ ഒന്നിച്ച് ഡിലീറ്റ് ചെയ്താൽ 100% ചാനൽ ഫ്രീസ് ആവും. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുക. അങ്ങനെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതേമാതിരി ഇങ്ങനെ വൈറ്റ് കളറിൽ ആരോ മാർക്ക് താഴോട്ട് കാണിച്ചുള്ള അതേ രീതിയിൽ ഇങ്ങനെ വരുന്നത്. അതായത് ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആളുകളൊന്നും നമ്മുടെ വീഡിയോ കാണാത്ത രീതിക്ക്, അതായത് നമ്മുടെ യൂട്യൂബ് എന്താ പുതിയ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ കൊണ്ടുപോയി എത്തിക്കത്തില്ല. പുതിയ ആളുകളിലേക്ക് ഈ വീഡിയോ ചെന്നാൽ മാത്രമേ അവർ കാണുകയുള്ളൂ. അവർ കണ്ടാലല്ലേ നമുക്ക് ഇങ്ങനെ വാച്ച് ടൈം ഒക്കെ വരത്തുള്ളൂ. അപ്പൊ അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ടൊക്കെ ചാനലിലൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരുപാട് വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അത് ഡിലീറ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ പിന്നീട് ആയാലും അത് സെർച്ചിങ്ങിലൊക്കെ വരികയൊക്കെ ചെയ്യും. പല വീഡിയോകളും അങ്ങനെ മൂവ് ആവുന്നുണ്ട്. എൻ്റെ പല പഴയ വീഡിയോകളൊക്കെ ഇപ്പൊ മൂവ് ആയി വരുന്നുണ്ട്. അപ്പൊ അതാണ് എൻ്റെ ഇവിടെ കാണിച്ചിട്ടുള്ള കുറെ വീഡിയോകളൊക്കെ. ഇത് പഴയ വീഡിയോകളൊക്കെയാണ് ഇത് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇടുന്ന വീഡിയോ ചിലപ്പോൾ കുറച്ചങ്ങോട്ട് കണ്ടിട്ട് അതങ്ങ് ചിലപ്പോൾ കണ്ടില്ല, 10, 200, 300 ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അത് കണ്ടില്ല എന്ന് വരും. പക്ഷെ അത് പിന്നീട് അത് കാണാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഒന്നും ഇട്ട് കഴിഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യാതിരിക്കുക മാക്സിമം. ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് ആദ്യമേ, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് ഇത് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വീഡിയോ ഒരുപാട് വീഡിയോ ഇട്ടതിന് ശേഷം നമ്മൾ ശരി എന്നാൽ കുറച്ച് ആവശ്യമില്ലാത്ത കുറെ വീഡിയോ വ്യൂ ഇല്ലാത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഒന്നിച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചാനലിനെ അത് മൊത്തത്തില് അതങ്ങ് ബാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ അങ്ങ് ഫ്രീസ് ആവും. ഫ്രീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറഞ്ഞ ഒരു 10-20 വീഡിയോ എങ്കിലും 10-15 വീഡിയോ എങ്കിലും നമ്മൾ ചെയ്യാതെ ആ ചാനൽ ശകലം പോലും മൂവ് ആവത്തില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ പ്രത്യേകിച്ച് ഇതാണ് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, നിങ്ങൾ ചാനൽ ഫ്രീസ് ആകുന്നതും അൺഫ്രീസ് ആകുന്നതും. അതായത് ഫ്രീസ് ആയാൽ ഫ്രീസ് ആകുന്നത് നിങ്ങളെ കാണിച്ചു. ഫ്രീസ് ആവുന്ന ഈ രീതിയിൽ ആരോ മാർക്ക് താഴോട്ടാണെന്നുണ്ടെങ്കിൽ അതാണ് ഫ്രീസ് ആവുന്നതെന്ന് കാണിച്ചു. അതുപോലെ തന്നെ അൺഫ്രീസ് ആയി ചാനൽ ഫ്രീസ് ആയ ചാനൽ അൺഫ്രീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അരമാർക്ക് മുകളിലോട്ട് ഇങ്ങനെ വരും. ഇത് രണ്ടും പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ആരുടെയും ചാനൽ ഇങ്ങനെ അരമാർക്ക് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതലായിട്ട് പഴയതിനെക്കാട്ടി ശകലം കൂടെ കൂടുതലായിട്ട് അവർ നല്ല നല്ല വീഡിയോ ഇടാനും നല്ല നല്ല കണ്ടന്റ് ഇടാനും ഒക്കെ ശ്രമിക്കണം. എന്നാലേ ആ ആരോമാർക്ക് അത് താഴോട്ടുള്ള ആരോമാർക്ക് മാറിയിട്ട് അത് മുകളിലോട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ചാനൽ നല്ല മൂവ് ആവുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ ചാനൽ ഫ്രീസ് ആയ ചാനലുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ നല്ല നല്ല കണ്ടന്റ് ഇട്ട്, അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇങ്ങനെ നല്ല നല്ല കണ്ടന്റ് ഇട്ട് നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ അങ്ങ് അൺഫ്രീസ് ആയിക്കോളും. ഓക്കെ, അപ്പൊ അത് കണ്ടിന്യൂ ആയിട്ടും സാധാരണ ഇടുന്ന വീഡിയോയിൽ കൂടുതലായിട്ട് നല്ല നല്ല വീഡിയോ കൂടുതലായിട്ട് ഇടണം, കൂടുതൽ വീഡിയോ ഇടണം. ആഴ്ച ഇപ്പോൾ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2-3 വീഡിയോ ഇടുക. അപ്പൊ അങ്ങനെയൊക്കെ സ്വല്പം കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയെക്കാട്ടി കൂടുതലായിട്ട് ജോലി ചെയ്താൽ മാത്രമേ നമുക്കപ്പോൾ ഇതിൽ അതിൽ പ്രയോജനം ഉണ്ടാകും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുന്ന വീഡിയോ അത് ഇപ്പോൾ ആഴ്ച ഒരു വീഡിയോ ഇട്ടുണ്ടെങ്കിലും അത് നല്ല രീതിയിലുള്ള നല്ല വീഡിയോ ആയിരിക്കും വരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.